10-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. ഇസ്രായേൽ ഗൃഹത്തിലേക്ക് കാണാതെ പോയി ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ while you go and proclaim as you go, saying the kingdom of heaven is at hand. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കണം. അടുത്തത്, നിങ്ങൾ പോയി പ്രഘോഷിക്കണം. ഒന്ന്, നീ പൊയ്ക്കോ, നിന്റെ വാക്ക് പോലെ നിനക്ക് ഭവിക്കട്ടെ. 2, പക്ഷപാതക്കാരനോട് കൂട്ടുകാർ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരനോട് പറയുന്നു, റൈസ്, പിക്ക് അപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് പോക. 3, ശിഷ്യനോട് കർത്താവ് പറയുന്നു, പൊയ്ക്കോ, നീ പോക. ഗോ ആരോട് പറയുക? എല്ലാവരോടും ഒരു വാക്കാണ്. നമ്മളെല്ലാം ശിഷ്യരാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിക്കുന്നത് ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അതിൽ കുറഞ്ഞ ഒരു വിളിയില്ല. എല്ലാവരെയും ശിഷ്യരാക്കിയാണ് കർത്താവ്. അപ്പോൾ ആ ശിഷ്യരാക്കുന്ന കർത്താവ് പറയുന്നു, ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ പോകണം. പ്രൊക്ലൈം ആസ് യു ഗോ, നിങ്ങൾ പോയിട്ട് പറയണം. എന്താണ് പറയേണ്ടത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നിട്ട് പോയിട്ട് പറയുകയാണ്, രോഗികളെ സുഖപ്പെടുത്തണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, സൗജന്യമായി നമുക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കണം, വഴിക്ക് പൊക്കണവും ചെരുപ്പും വടിയും ഒന്നും എന്ത് ചെയ്യരുത്, കരുതരുത്. അടുത്തൊരു വാക്ക്, വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. കർത്താവ് പറയാണ്, നീ പൊയ്ക്കോ, ഒന്നും എടുക്കാതെ പൊയ്ക്കോ, ഒന്നും കരുതാതെ പൊയ്ക്കോ, ഒന്നും കരുതാതെ പൊയ്ക്കോ. എന്നിട്ട് പറയുന്നു, നിങ്ങളൊരു പട്ടണത്തിലോ ഗ്രാമത്തിലോ ഒക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയണം. അതിന് സമാധാനം യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ എന്ത് ചെയ്യട്ടെ, വരട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, എത്ര വലിയ കൃപാവരപ്രാപ്തരായ, എത്ര വലിയ ശക്തരായ ദൈവദാസന്മാർ വന്ന് ഏത് പ്രവചനം പറഞ്ഞാലും, ഏത് ദൂത് പറഞ്ഞാലും, ഏത് വചനം പറഞ്ഞാലും അത് സ്വീകരിക്കാൻ നമുക്കൊരു യോഗ്യത വേണം. നമ്മുടെ യോഗ്യത ഒരുക്കപ്പെട്ട ഒരു നിലയാണ്. ഒരുക്കപ്പെട്ട നിലവും ഒരുങ്ങിയ ഒരു മനസ്സും ഒരു വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. എപ്പോഴും നമ്മൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്, വചനം പോകുന്നുണ്ടോ എന്ന് നമുക്കറിയാം, വചനം പോകാതെ തിരിച്ചു വരുന്നതും അറിയാം. ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തനെത്ര ശബ്ദകോശത്തോടെ പ്രസംഗിച്ചാലും ചിലത് ഭിത്തിയെ തട്ടി തിരിച്ചു വരുമ്പോൾ നെഞ്ചിന് ഭയങ്കര ഖനമാണ്. നേരെ തിരിച്ച് ഇവിടെ വരും, ഇതിങ്ങനെ ഇവിടെ വന്ന് ഇടിക്കും. പക്ഷെ നഷ്ടമൊന്നും വരത്തില്ല. ഈ പറയുന്നതെല്ലാം ഞങ്ങൾ മേടിച്ചുകൊണ്ടങ്ങ് പോകും. അത്രയേ ഉള്ളൂ, ഒന്നും പോകത്തില്ല. അതിന് വന്ദനം പറയുവാൻ യോഗ്യതയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്യട്ടെ, പോകട്ടെ. ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞ ഒരു ഉദാഹരണം വീണ്ടും ഒന്ന് പറയാൻ ഇഷ്ടമുണ്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് UK യിലുണ്ട്. അദ്ദേഹത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും വരുന്നതാണ്, എന്നാലും പറയട്ടെ, അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേര് പെട്ടിയോട്ടം എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പെട്ടിയോട്ടം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ പെട്ടി എന്ന് വിളിക്കുന്നത്? അപ്പോൾ ആ കൂട്ടുകാർ പറഞ്ഞു, പണ്ട് യോഗത്തിലിരിക്കുമ്പോൾ വെളിപ്പാട് കാണും രാത്രി. അപ്പോൾ ശുശ്രൂഷ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഇങ്ങോട്ട് പോരട്ടെ, ഒരു വിസ വരുന്നുണ്ട്, ഇങ്ങോട്ട് പോരട്ടെ, ഒരു ബന്ധനം അതുവഴി കയറി വരുന്നുണ്ട്, അത് അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവൻ കിട്ടുന്ന എല്ലാം മേടിച്ചുകൊണ്ട് പോകാം, പെട്ടിയോട്ടം. അന്ന് പെട്ടിയോട്ടോയാ. അങ്ങനെ പുള്ളിക്ക് പേരായി എന്താ, പെട്ടിയോട്ടം. അങ്ങനെ ഇന്നും പെട്ടിയോട്ടം എന്ന് അറിയപ്പെടുന്നത് ആ ഒരു ഗായികനിടയിൽ. പക്ഷേ സത്യമാണ്, പെട്ടിയോട്ടം അനുഗ്രഹിക്കപ്പെട്ടു, കിട്ടുന്നതെല്ലാം മേടിച്ചുകൊണ്ട് പോകാൻ തയ്യാറായിട്ടിരുന്നോളൂ. ആ ഭവനത്തിന് യോഗ്യതയുണ്ടെങ്കിൽ സമാധാനം ഇങ്ങോട്ട് വരട്ടെ, യോഗ്യതയില്ലെങ്കിൽ അത് അങ്ങോട്ട് തന്നെ പോകട്ടെ. അപ്പം നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ അതിനകത്ത് വരുന്നുണ്ട്, സ്വീകരിക്കുവാൻ. എന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. ഒന്നും എടുക്കരുത്, പൊയ്ക്കോ, ഒന്നും എടുക്കരുത്, പൊയ്ക്കോ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യന. ഈ കമ്പനിയുടെ, ദൈവരാജ്യ കമ്പനിയുടെ പ്രത്യേകതയാണ് ഒന്നും എടുക്കാതെ പൊക്കോളാൻ. ബാക്കി എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ ചോദിക്കുന്നത് എല്ലാം എന്ത് ചെയ്തോന്നാ, എടുത്തോ. എന്തൊക്കെ എടുത്തോ? ഒരു പെട്ടി 500 പ്രാവശ്യം തപ്പും. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യം പറയും, എന്തെടുത്തോ? പാസ്പോർട്ട് എടുത്തോ? പൈസ എടുത്തോ? ഡോളർ മാറിയോ? അല്ലെങ്കിൽ റിയാൽ ആക്കിയിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ടോ? എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ പോകത്തുള്ളൂ യാത്രയ്ക്ക്. പക്ഷേ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വേണ്ടി പറയുന്നു, ഒന്നും എന്ത് ചെയ്യരുത്, എടുക്കരുത്. ബാക്കി എല്ലാത്തിനും ഹോൾ ടിക്കറ്റ് എടുത്തോ, പെൻസിൽ എടുത്തോ, പേന എടുത്തോ, കാർഡ് എടുത്തോ, എല്ലാം എടുത്തോ. പക്ഷേ ഇവിടെ ചോദിക്കുന്നു, ഒന്നും എന്ത് ചെയ്യരുത്, എടുക്കരുത്. നിനക്ക് ഒന്നും എടുക്കണ്ട. നിനക്ക് വേണ്ടതെല്ലാം കരുതി വെച്ച ഒരു കമ്പനിയുടെ ബിസിനസ്സുണ്ട്. അതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ വേല. എൻ്റെ പൊന്നോമന മക്കളെ, ഒന്നും വേണ്ടാതെ പൊയ്ക്കോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, കരുതണ്ട നീ, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം കരുതിക്കോളാന്ന് പറയുന്ന ഒരൊറ്റ കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയാണ് ദൈവരാജ്യമെന്ന കമ്പനി. ഇന്ന് രാത്രി ആ കമ്പനിക്ക് ആളെ വേണം കേട്ടോ. ആ കമ്പനിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. കണ്ടീഷൻ, ഒന്നും എടുക്കുക, എനിക്കൊന്നും വേണ്ട, ഞാനങ്ങ് വരികയാണെന്ന് പറയുന്നവരെ ഈ കമ്പനിക്ക് മതി. എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരെ ഈ കമ്പനിക്ക് വേണ്ട. ഞാൻ വരാം എന്ന് പറയുന്നവരെ ഈ കമ്പനിക്ക് വേണം.
പലപ്പോഴും ഈ കമ്പനിയിൽ ആളെ എടുക്കുമ്പോൾ അന്നേരമേ ഡിസ്ക്വാളിഫൈ ആകുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യാൻ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കൊക്കെ വരുമ്പോൾ എന്തോ കിട്ടും, എന്തോ തരാം, അവരെ അന്നേരം ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. അങ്ങനെ ചോദിക്കുന്ന ഒരാളെയും ഈ കമ്പനി എടുക്കത്തില്ല. കാരണം എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ: നോ ശമ്പളം. നോ ശമ്പളം. ശമ്പളമില്ലാത്തൊരു കമ്പനി. ശമ്പളം കൊടുക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒറ്റ ദൈവദാസന് ശമ്പളം കൊടുക്കരുത്. ശമ്പളം കൊടുത്താൽ എന്താ കൊടുക്കും? പറ. ശമ്പളം കൊടുത്താൽ എന്താ കൊടുക്കും? ശമ്പളം കൊടുത്താൽ ശമ്പളം കൊടുക്കും. 20,000, 30,000, 40,000, 50,000 എത്രയെങ്കിലും കൊടുക്കട്ടെ, അത്രയല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കമ്പനിക്ക് എങ്ങനെ ശമ്പളം കൊടുക്കുന്നറിയോ? ഈ കമ്പനിക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരൊറ്റ പ്രത്യേക രീതിയിലാണ്. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, ഇന്നു എന്നും തന്നു. അന്നൊന്നും ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്ന ഒറ്റ കമ്പനി ഉണ്ടോ? നീഡ് ബേസിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഈ കമ്പനി തന്നോളാം എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടോ? അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ഈ കമ്പനിയാണ്. ഇന്നൊന്നും വേണ്ടായോ? ഒന്നും തരത്തില്ല. നാളെ എന്ത് വേണോ അത് കിട്ടും. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. ഈ കമ്പനിക്ക് ശമ്പളമില്ല, ഈ കമ്പനിക്ക് ശമ്പളമില്ല, ഈ കമ്പനിക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല, ഈ കമ്പനിക്ക് PF ഇല്ല, പക്ഷേ ഈ കമ്പനിക്ക് പെൻഷൻ ഇല്ല. ഈ കമ്പനിക്ക് ഒരൊറ്റ പ്രത്യേകതയുണ്ട്: മരിക്കുവോളം ഞാൻ നിന്നെ ചുമന്നോളാം, മരിക്കുവോളം ഞാൻ നിന്നെ ചുമക്കാം, അന്നന്ന് നിനക്കുള്ളതെല്ലാം ഞാൻ തരും. അതാണ് ദൈവരാജ്യത്തിൻ്റെ കമ്പനി. വിളിക്കുകയാണ് ചെറുപ്പക്കാരെ, വിളിക്കുകയാണ് പ്രിയമുള്ളവരെ, വിളിക്കുകയാണ്. ഈ കമ്പനിയുടെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വേണം. കർത്താവിൻ്റെ കണ്ടീഷൻ: പൊയ്ക്കോ, യു ഗോ ആൻഡ് പ്രൊക്ലെയിം. നീ പോയാൽ മതി, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ടെന്ന് ദൈവം. ആ പറയുന്ന കമ്പനിയിലേക്ക് എൻ്റെ പൊന്നോമന സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളെ വിളിക്കണം. നിങ്ങൾ ചോദിക്കും, കുഞ്ഞെവിടെ വർക്ക് ചെയ്യുന്നത്? കുഞ്ഞ് ഇന്നിടത്താണ്, അവിടെയാണ്, ഇവിടെയാണ്. എന്നിട്ട് കൂടെ പറയും MNC കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനി. മൾട്ടിനാഷണൽ കമ്പനി എവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു? കേരളത്തിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നു. കണ്ടീഷൻ: സായിപ്പിൻ്റെ സമയത്ത് ഇവിടെ വർക്ക് ചെയ്യണം. ഉറക്കളച്ച് ഗതികേട് വരും. ഇവിടെ ഉറക്കളച്ചാലും നേരത്തെ ഉണർന്നാലും ഒരൊറ്റ വാക്കേ പറയത്തുള്ളൂ: നിനക്കാവശ്യമുള്ളത് ഞാൻ തരും, നിനക്കാവശ്യമുള്ളത് ഞാൻ തരും. പൊയ്ക്കോ, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മുടെ യോഗ്യതയല്ല, അവിടെ മാനദണ്ഡം കർത്താവിൻ്റെ യോഗ്യതയാണ് മാനദണ്ഡം. നോക്കൂ, അന്നൊന്നും തരുന്ന ഒരു ദൈവം. എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പറയുകയാണ്: എൻ്റെ നിമിത്തം നിങ്ങളെ കൊണ്ടുവന്ന് ന്യായാധിപ സഭകളൊക്കെ ആക്കും. പക്ഷെ നിങ്ങൾ എന്തായിരിക്കണം? പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാണ്. ദൈവരാജ്യ പ്രൊക്ലമേഷന് കർത്താവ് പറയുമ്പോൾ 2 ക്വാളിഫിക്കേഷനാണ്. ഒന്ന്, നിഷ്കളങ്കത വേണം. നിഷ്കളങ്കത വേണം. മനസ്സിലായില്ലേ? പ്രത്യേക ഒരു കാര്യമാണ്. ഉഡായിപ്പിനെ ആവശ്യമില്ലാത്തൊരു കമ്പനിയുണ്ട്, അതാണ് ദൈവരാജ്യ കമ്പനി. ഉഡായിപ്പെന്ന് പറഞ്ഞാൽ അറിയാവോ? മോനറിയാവോ? പാട്ടുപാടി ഞങ്ങളുടെ സുഹൃത്താണോ മോനെ? ഉഡായിപ്പെന്ന് പറഞ്ഞാൽ അറിയാവോ? ശരിക്കും ഞാൻ ചോദിച്ചാൽ അറിയത്തില്ല. എന്നാൽ ഉഡായിപ്പെന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്തിനാ പറയുന്നത് മോനെ? ഉഡായിപ്പെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലല്ല, ഈ വലിയ തടിലൂറിയും വെച്ചോണ്ട് വണ്ടി കയറിപ്പോവും, കയറ്റം കയറി പോകുമ്പോൾ ഇതിങ്ങനെ കയറത്തില്ല, ഭയങ്കര ഫസ്റ്റ് ഇട്ട് ഇങ്ങനെ പോകും. ഫസ്റ്റ് ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ കിളി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ആരെല്ലാം അറിയാം? കിളി ചാടി ഇറങ്ങിയിട്ട് വണ്ടിക്ക് എന്താ വെച്ച് കൊടുക്കും? അടയെന്നല്ല അതിന് പറയുന്നത്, ഊടെന്നാണ് പറയുന്നത്. ഊട് വെച്ച് കൊടുക്കും. അപ്പോൾ വണ്ടി ഇങ്ങനെ ടയർ കയറുന്നതനുസരിച്ച് എന്താ വെക്കും? ഊട് വെക്കും. അതനുസരിച്ച് വണ്ടി എന്ത് ചെയ്യും? കയറിപ്പോവും. കിളിയും ഡ്രൈവറുമായി ഉടക്കാണെങ്കിൽ ഊട് അയക്കും. അപ്പോൾ വണ്ടി എങ്ങോട്ട് പോകും? അവൻ്റെ പേരാണ് ഊട് അയപ്പ്. മനസ്സിലായോ? അതായത് ടെലിപാസ് ഇങ്ങനെ വലിഞ്ഞ് വണ്ടി കയറി പോകുമ്പോൾ ഊട് അയക്കുന്ന പാർട്ടിയെ ഇവിടെ വേണ്ട, കമ്പനിക്ക് വേണ്ട. ടെലിപാസൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കണേ. ഉടായ്പകളെ ആവശ്യമില്ലാത്ത ഒരു കമ്പനിയുണ്ട്, അതാണ് ദൈവരാജ്യ കമ്പനി. നമ്മൾ കഷ്ടപ്പെട്ട് ഉപവാസം ഇരുന്ന് വലിഞ്ഞ് ഗ്ലോറി ഹല്ലേലൂയ രക്തം ജയം പറഞ്ഞ് കയറിപ്പോകുമ്പോൾ ഊടയക്കുന്നവരില്ലേ? ഇല്ലേ? ആ പാർട്ടി വേണ്ടാത്ത ഒരു കമ്പനി. അതുകൊണ്ട് ഈ കമ്പനിക്കിടെ ആവശ്യം നിഷ്കളങ്കരായിരിക്കണം. നിഷ്കളങ്കതയുണ്ടോ? ക്വാളിഫിക്കേഷൻ ഒന്ന് MA PhD ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോയെന്നും ചോദിക്കത്തില്ല. ഈ കമ്പനിക്ക് ഒരൊറ്റ ആവശ്യം, നീ നിഷ്കളങ്കനായിരിക്കണം.
നിഷ്കളങ്കതയുണ്ടോ ഈ കമ്പനിക്ക് വേണം. കഴിവ് വേണ്ട, പ്രാപ്തി വേണ്ട. ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ നല്ലത്, ഓർഗൻ വായിക്കുന്ന കഴിവുണ്ടെങ്കിൽ നല്ലത്, കമ്പ്യൂട്ടർ അത് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നല്ലത്, പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഈ കമ്പനിക്ക് ഇതൊന്നും അല്ല ആവശ്യം. ഈ കമ്പനിക്ക് നിഷ്കളങ്കതയായി ഉള്ളവരെ വേണം. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. നിഷ്കളങ്കത ക്വാളിഫിക്കേഷനായി ചോദിക്കുന്ന നിഷ്കളങ്കത. പാമ്പിനെ പോലെ നിഷ്കളങ്കത വേണം. പിന്നെ പാമ്പിനെ പോലെ എന്തുണ്ടായിരിക്കണം? ബുദ്ധി ഉണ്ടായിരിക്കണം. പാമ്പിൻ്റെ ബുദ്ധി എന്താണ്? വിവേചിക്കാനുള്ളൊരു ബുദ്ധിയുണ്ട്. രണ്ടാമത് ഒരു പ്രത്യേകത ഞാൻ ചിലപ്പോഴൊക്കെ കാണുന്നുണ്ട്. ഈ പാമ്പിനെ കൊല്ലാൻ നിയമമില്ല, പാമ്പിനെ കൊന്ന വിവരം അറിയും. എന്നാൽ പോലും ഇപ്പോഴല്ലേ നിയമമൊക്കെയാണ്. നിയമമാകുന്നതിന് മുമ്പ് പാമ്പിനെ അടിച്ചു കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചിയിലെ. പാമ്പിനെ അടിക്കുമ്പോൾ അടിക്കാൻ അറിയാവുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. അടിക്കൊടുക്കുകയാണെങ്കിൽ എവിടെ അടിച്ചിരിക്കണം? തലക്കടി. അതുകൊണ്ട് പാമ്പ് എപ്പോഴും തലക്കടി. ഈ വണ്ടി കയറി ചിലപ്പം പാമ്പ് റോഡിൽ കിടക്കും. തലയ്ക്കാ കയറിയെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ ഈ വണ്ടി എവിടെ കയറും? നടുക്കൂടെ കയറും. ഒരു കുഴപ്പമുണ്ട്. അതുവഴി ആരെങ്കിലും പോയാൽ അടുത്ത് എന്നാൽ ചിലപ്പോൾ എന്തോ കിട്ടും? കൊത്ത് കിട്ടും. പാമ്പിനെ അടിക്കുമ്പം തലക്കടിക്കാന്ന് പറയും. ഈ തലയ്ക്കടി കൊള്ളാതെ പാമ്പ് നോക്കും. ഇതുപോലെ ദൈവമക്കൾ എപ്പോഴും തലക്കടി ഏക്കരുത് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടരുത്. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്. എത്ര മിടുക്കരെ ഒറ്റയടിക്ക് താഴെ ഇടാം. ഒരു നിരാശ കയറ്റി വിട്ടാൽ മതി. പെട്ടെന്ന് ഈ തളർന്നു പോകുന്ന മക്കൾ, ഈ ഡിപ്രഷനാകുന്ന മക്കൾ, ആരെങ്കിലും മോശമാണോ? നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പഠിച്ച പിള്ളേർക്കാണോ ടെൻഷൻ? ഒന്നും പഠിക്കാത്ത പിള്ളേർക്കാണോ ടെൻഷൻ? ഒന്നും പഠിക്കാത്ത പിള്ളേർക്ക് ഒരു ടെൻഷനും ഇല്ല. അവർ കൂളായിട്ട് 2 കോപ്പി അടിക്കാൻ റെഡിയാണ്. കാരണം അവർക്ക് എന്ത് ടെൻഷനാണ് പഠിക്കാത്ത. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഈ ഒരു പരീക്ഷ ഒരു ടെൻഷൻ ഇല്ല അങ്ങനെ പറയല്ലേ, അവിടെ ഇരിക്കട്ടെ, ടെൻഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ എല്ലാം പഠിച്ച പിള്ളേർ കിടന്ന് വെപ്രാളപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചനോട് കരയുക, ഞാൻ തോറ്റു. എടി ആദ്യം പരീക്ഷ എഴുത്. അല്ല, പരീക്ഷ എഴുതണ്ട, തോറ്റു പോകും. നീ പഠിച്ചു, പക്ഷേ ഞാൻ പരീക്ഷ എഴുതാതെ എങ്ങനെ തൂക്കും? നിശ്ചയിച്ച് പരീക്ഷ എഴുതാതെ എങ്ങനെ തൂക്കുന്നേ? ആദ്യം എന്തോ എഴുതണം? പരീക്ഷ. മോനെ, ഈ പരീക്ഷ എന്ന് പറയുന്ന ഒരു ട്രിക്കാണ് പരീക്ഷ. പരീക്ഷ എഴുതാൻ ആദ്യം പഠിക്കണം. ആദ്യം അങ്ങോട്ട് രസമൊക്കെ വന്നാൽ ചുമ്മാ വലിച്ചു വാരി എഴുതരുത്. അറിയാവുന്ന എല്ലാം ആദ്യമായിട്ട് എഴുതണം. ഔട്ട്ലൈനൊക്കെ എഴുതണം. മെയിൻ പോയിൻ്റ് അടി 2-3 വരയൊക്കെ അങ്ങോട്ട് ഇടണം. അപ്പോൾ സാറിന് ചോദിക്കും, നീ വലിയ സംഭവമാണ്, നീ ഒന്നും അല്ലെന്ന് നിനക്കല്ലേ അറിയത്തുള്ളൂ. ആ കൊച്ചിനോട് തന്നെയാണ് പറഞ്ഞു, നീ ഒന്നും എന്തായാലും നിനക്ക്, പക്ഷെ നീ ഒരു സംഭവമാണെന്ന് ചോദിപ്പിക്കണം. അതിനാണ് 2 വരയും 2 പോയിൻറ്റും ഔട്ട്ലൈനും കൺക്ലൂഷനും ഒക്കെ ഉണ്ടെങ്കിൽ സാർ ഓർക്കും നീ വലിയ സംഭവമാണ്. ഇതിൻ്റെ പേരാണ് എന്താ? പരീക്ഷ. ചിലതാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എല്ലാം അറിയാമായിരുന്നു, സമയം കിട്ടിയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അറിയാവുന്നൊക്കെ എഴുതുക. പരീക്ഷ എഴുതിയാലേ ജയിക്കത്തുള്ളൂ. അതിന് മുമ്പ് നോക്കാനൊക്കുമോ? ഇല്ല. പലപ്പോഴും ഇത് ഒക്കാതെ പോകുന്ന തലക്കടി കേൾക്കുന്നുണ്ട് നിരാശ. അതുകൊണ്ട് ദൈവമക്കളെ, നിരാശപ്പെടരുത്. പിശാചിൻ്റെ കാവടിയിലെ ഏറ്റവും വലിയൊരു ആയുധമാണ് നിരാശ എന്ന ആയുധം. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട്. അടിയേക്കരുത്. കർത്താവേ കാത്തോടെ എന്ന് പ്രാർത്ഥിച്ചോണം. നിരാശപ്പെടരുത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. പാമ്പിനെ പോലെ എന്തായിരിക്കണം? അപ്പോൾ ഈ കമ്പനിയിലേക്ക് ആളെ ആവശ്യമുണ്ട്. ഉറക്കെ പറയട്ടെ, കമ്പനിക്ക് ആളെ വേണം. ആരെ വേണ്ട? ഉഡായിപ്പുകളെ വേണ്ട. ഊടയക്കുന്നവരെ വേണ്ടാത്ത, നിഷ്കളങ്കരായവരെ വേണ്ട ഒരു കമ്പനി. അതാണ് ദൈവരാജ്യ കമ്പനി. പൊക്കോ, കൂലി അന്നെന്നുള്ളത് കർത്താവ് തരും. ഒന്നും എടുക്കണ്ട, അന്നെന്നുള്ളത് തന്നു പോറ്റുന്ന ദൈവം. ഇരുകരങ്ങൾ ഉയർത്തി. ദൈവരാജ്യ കമ്പനി, അതാണ് ദൈവരാജ്യ കമ്പനി. സ്വത്രം, ഹല്ലേലൂയ. ഈ കമ്പനിയിലേക്ക് കർത്താവ് ഇന്ന് രാത്രി വിളിക്കുകയാണ്. പൊയ്ക്കോ, നീ പോയി പ്രഘോഷിക്കണം. പൊയ്ക്കോ, നിന്റെ വാക്ക് പോലെ നിനക്ക്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. പൊയ്ക്കോ, നിന്റെ കിടക്കയെടുത്ത് പൊക്കോ. 10-ാം അധ്യായത്തിൽ ശിഷ്യനോട് പറയുന്നു, പൊയ്ക്കോ, ഗോ ആൻഡ് പ്രൊക്ലെയിം ആസ് യു ഗോ. എന്താ പറയുന്നത്? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന് കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ വെച്ച് കേട്ടിട്ട് ശിഷ്യന്മാരെ അയച്ചു. യോഹന്നാൻ യേശു കർത്താവിന് മുന്നോടിയായിട്ട് വന്നവനാണ്. എന്നിട്ട് ഒരു സംശയൻ ശിഷ്യരെ വിട്ടിട്ട് ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ? അപ്പം കർത്താവ് എന്താ പറഞ്ഞേ? യേശു അവരോട് പറഞ്ഞു, കുരുടർ കാണുന്നു, ചെകിടക്കള അങ്ങനെ ദരിദ്രരോട് സുവിശേഷം എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത്. ഗോ ആൻഡ് ടെൽ ജോൺ വാട്ട് യു ഹിയർ ആൻഡ് സീ. നീ എന്ത് കണ്ടോ അത് കേട്ടോ, അത് പോയി നീ എന്ത് ചെയ്യണം? പറയണം. 3-ാമത്തെ കർത്താവിൻ്റെ 4-ാമത്തെ ഒരു കൽപ്പന യോഹന്നാനെ ശിഷ്യരോട് പറഞ്ഞു, നമ്മളോട് പറയുന്നു, ഗോ ആൻഡ് ടെൽ വാട്ട് യു ഹിയർ ആൻഡ് സീ. നീ എന്ത് കണ്ടോ എന്ത് കേട്ടോ അത് പോയി എന്ത് ചെയ്യണം? പറയണം. എല്ലാവരും പറഞ്ഞേ, എന്ത് കണ്ടോ എന്ത് കേട്ടോ അതെന്ത് ചെയ്യണം? എന്ത് കണ്ടതും കേട്ടതും അല്ല, കർത്താവിന്ന് എന്ത് കണ്ടോ കർത്താവിന്ന് കേട്ടോ അത് പോയി എന്ത് ചെയ്യണം? പറയണം. നമുക്ക് ഈ സുവിശേഷം പറയാൻ വലിയ അറിവൊന്നും വേണ്ട.
ഒത്തിരി അറിവുള്ളവരൊന്നും പറയത്തുമില്ല. സുവിശേഷം പറയാൻ ഒറ്റ കാര്യം മതി. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ടോ, ഞാൻ രോഗിയായിരുന്നു, കർത്താവ് എന്നെ സൗഖ്യമാക്കി, ഞങ്ങളുടെ വീട് മദ്യപാനമായിരുന്നു, കർത്താവ് വിടിവിച്ചു, ഇത്രയും പറയാമോ? അത്രയും പറയുന്നവനാണ് സുവിശേഷകൻ. ഗോ ആൻഡ് ടെൽ വാട്ട് യു ഹിയർ ആൻഡ് സീ. ഞാൻ എന്ത് അനുഭവിച്ചു, എന്ത് കണ്ടു, അത് പറഞ്ഞാൽ അത് സുവിശേഷമാണ്. ഇന്ന് രാത്രി യേശുവിൽ നിന്ന് എന്ത് ഞാൻ അനുഭവിച്ചു എന്ന് പറയാൻ കർത്താവ് പറഞ്ഞു, യു ഗോ ആൻഡ് ടെൽ. നീ എന്ത് കണ്ടോ, എന്ത് കേട്ടോ, അത് പോയി പറയണം. യേശുവേ, ഞാൻ അങ്ങയിൽ നിന്ന് സ്വീകരിച്ചതും പ്രാപിച്ചതും നാവടക്കി വെക്കാതെ പോയി പറയാൻ കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഉപവാസ പ്രാർത്ഥനയാണ്. കരമുയർത്തി കർത്താവിനോട് പറഞ്ഞു, എന്ത് കണ്ടോ, എന്ത് കേട്ടോ, അതെന്ത് ചെയ്യണം? പറയണം. കണ്ടതും കേട്ടതുമല്ല, കർത്താവിൽ നിന്ന് കണ്ടതും കേട്ടതും, കർത്താവിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടോ, അത് പോയി എന്ത് ചെയ്യണം? പറയണം. പറയാൻ ഇഷ്ടമാണോ? അതിനുള്ള കൃപ മാത്രം പറഞ്ഞാൽ മതി. പോയി എന്ത് ചെയ്യുക? പറയുക. കർത്താവ് പറയുന്നു, നീ പോയി എന്ത് ചെയ്യണം? പറയണം. ഉറക്കെ പറഞ്ഞേ, നീ പോയി എന്ത് ചെയ്യണം? പറയണം. പോയി പറയാൻ കർത്താവ് വിളിക്കുകയാണ്. പോയി അങ്ങ് പറയണം. അതുകൊണ്ടാണ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു, ഒന്ന്, പോയി പറയണം. നീ പോകണം. പോയിട്ട് എന്ത് ചെയ്യണം? പറയണം. പോയിട്ട് എന്ത് ചെയ്യണം? പറയണം. എന്ത് പറയണം? ഞാൻ എന്തായിരുന്നു, ഇന്ന് എന്താണ്, അത് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തായിരുന്നു, ഇന്ന് എന്താണ്, അത് പറയാനൊത്തോ, അതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. ഞാൻ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്, ഇനി ഞാൻ എന്താകും. എന്താകുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും, അവിടേക്ക് എന്നെ ചേർത്ത് കൊള്ളും. എന്തായിരുന്നു, എന്താണ്, എന്താകും, ഇത് പറയാൻ കഴിഞ്ഞാൽ കർത്താവിൻ്റെ സുവിശേഷമായി. ഹല്ലേലൂയ. യു ഗോ ആൻഡ് ടെൽ. നീ പോയി എന്ത് ചെയ്യണം? പറയണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പറഞ്ഞേ, പോയി പറയണം. പറഞ്ഞേ, പോയി എന്ത് ചെയ്യണം? പറയണം. ഉറക്കപ്പറ, പോയി എന്ത് ചെയ്യണം? പറയണം. എന്ത് പറയണം? കർത്താവിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത് എന്ത് ചെയ്യണം? പറയണം. കൂട്ടുകാരോടൊക്കെ പറയണം. എന്ത് പറയണം? യേശു സൗഖ്യമാക്കും, യേശു വിടിവിക്കും, നിൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറ്റും. കൂട്ടുകാരത്തിയോട് പറയണം, കൂട്ടുകാരന് പറയണം, നിൻ്റെ വീടിൻ്റെ തകർച്ച മാറ്റും, നിൻ്റെ അമ്മയുടെ അസുഖം മാറ്റും, നിൻ്റെ വീടിൻ്റെ പ്രശ്നം മാറ്റും. ഒറ്റ കാര്യമോ, എൻ്റെ വീടിൻ്റെ പ്രശ്നം മാറ്റി യേശു നിൻ്റെ വീടിൻ്റെ പ്രശ്നം മാറ്റും. ഇത് പറയാമോ? യു ഗോ ആൻഡ് ടെൽ. കർത്താവേ, പോയി പറയാൻ ഒരു കൃപ. യേശു പറയുന്നു, യു ഗോ ആൻഡ് ടെൽ. യോഹന്നാന്റെ ശിഷ്യരോട് പറയുന്ന വാക്ക് ഇന്ന് നമ്മളോടുള്ള കൽപ്പനയാണ്. മത്തായി സുവിശേഷത്തിലെ കൽപ്പനകളാണ്. യു ഗോ ആൻഡ് ടെൽ വാട്ട് യു ഹിയർ ആൻഡ് സീ. നീ എന്ത് കണ്ടോ, അത് കേട്ടോ, നീ പോയി പറയണം. ഞാൻ യേശുവിൽ നിന്ന് കണ്ടതും കേട്ടതും പറയാൻ കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ കൽപ്പന അനുസരിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനയെ, കർത്താവിൻ്റെ കൽപ്പനയാണ് യു ഗോ ആൻഡ് ടെൽ. നീ പോയി എന്ത് ചെയ്യണം? പറയണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. നോക്കൂ, മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ ശിഷ്യരോട് പറയുന്നു, നീ പോയി എന്ത് ചെയ്യണം? പറയണം. ഇനി നീ എന്ത് ചെയ്യണം? മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ശിഷ്യരെ വിളിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ, ക്രിസ്തീയ സഭ, ആഗമനമായ ക്രിസ്തീയ സഭയുടെ, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണ് പാം സൺഡേ. എന്താണ്? ഹോശാന ഞായറാഴ്ച. അന്നാണ് സത്യത്തിൽ ഈ കുരുത്തോലയ്ക്കൊക്കെ ഒരു വാഴ്വ് കിട്ടിയത് ഒരൊറ്റ സംഭവം കൊണ്ടാണ്, പാം സൺഡേയുമായിട്ട് ബന്ധപ്പെട്ട. എന്താ പാം സൺഡേ? കർത്താവ് ട്രയംബൽ എൻട്രി വരിക. എന്തിൻ്റെ പുറത്ത്? ഇതാ സിയോൻ പുത്രിയോട് നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറയുവീൻ. അതാണ് പാം സൺഡേ. അപ്പോൾ അവർ വഴിയരികിൽ ഇങ്ങനെ മരക്കുമ്പോഴൊക്കെ വെട്ടിക്കിട്ടു, വസ്ത്രങ്ങൾ വിരിച്ചു, കർത്താവ് ഇങ്ങനെ വരുന്നു. അതിൻ്റെ പേരാണ് എന്ത്? പാം സൺഡേ. ഈ പാം സൺഡേ ഉണ്ടായ എന്തുകൊണ്ടാണ്? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകണം. പോയിട്ട് അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയുടെ അഴിച്ചുകൊണ്ട് വരണം. ഇത്രയേ ഉള്ളൂ. നീ പോയി എന്ത് ചെയ്യണം? അടുത്തത്, ഒന്ന്, നിങ്ങൾ പൊക്കോ, നിൻ്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. 2, നീ നിൻ്റെ കിടക്കയെടുത്ത് എന്ത് ചെയ്തു? പോയിക്കോ. 3, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? പ്രഘോഷിക്കണം. ജോൺ എൻ്റെ ശിഷ്യരോട് പറയുന്നു, യു ഗോ ആൻഡ് ടെൽ. നീ പോയി എന്ത് ചെയ്യണം? പറയണം. 4, ശിഷ്യരോട് പറഞ്ഞു, 2 ശിഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് യു ഗോ ആൻഡ് അൺടൈ. നീ പോയിട്ട് കെട്ട് എന്ത് ചെയ്യണം? അഴിക്കണം. കെട്ട് അഴിക്കണം. ഇന്ന് രാത്രി പറഞ്ഞ് പോയിട്ട് എന്താ അഴിച്ചുകൊണ്ട് വരണം? കെട്ടഴിച്ചോണം. അവിടെ ആരുടെ കെട്ടിയിട്ടേക്ക? കഴുതക്കുട്ടിയെ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു വാക്കുണ്ട്. കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടുംകുട്ടിയുടെ കൊണ്ട് വീണ്ടെടുപ്പ് കർമ്മം നടത്തണം. അതായത് ഒരു കഴുതക്കുട്ടിയുടെ വീണ്ടെടുപ്പ് കർമ്മം നടക്കണം. അതിന് ആട്ടുംകുട്ടി വേണം. ആട്ടുംകുട്ടി കൊണ്ട് വീണ്ടെടുപ്പ് കർമ്മം നടന്നില്ലെങ്കിൽ കഴുതയുടെ കഴുത്ത് പിടിച്ച് എന്ത് ചെയ്യണം? ഒടിച്ചു കിടണം. പഴയ നിയമത്തിൻ്റെ ഇച്ചിരി ക്രൂരമായ ഒരു നിയമം. വീണ്ടെടുപ്പിൻ്റെ കർമ്മം കാണിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് പിടിച്ച് ഒടിച്ചു കയറണം. അപ്പോൾ മിക്കവാറും ഈ കഴുതക്കുട്ടിയുടെ വീണ്ടെടുപ്പ് കർമ്മം എന്ത് ചെയ്തിട്ടില്ല? നടന്നിട്ടില്ല. അതിൻ്റെ മരണം ഉറപ്പാണ്. മരണത്തിന് വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന ഈ സാധനത്തെ നീ പോയി എന്ത് ചെയ്യണം? അഴിച്ചുകൊണ്ട് വരണം. ദൈവ വിശ്വാസികൾക്കൊരു ധർമ്മമുണ്ട്, ഒരു കടപ്പാടുണ്ട്. പോയി എന്ത് ചെയ്യാൻ?
അഴിച്ചുകൊണ്ട് വരാം. മരണത്തിന് വിധേയപ്പെട്ടവരെ അഴിച്ചുകൊണ്ട് വരാം. മനസ്സിലാകുന്നുണ്ടോ? പോയി കെട്ടഴിച്ചുകൊണ്ട് വരണം. പറഞ്ഞേ, പോയി കെട്ടഴിച്ചുകൊണ്ട് വരണം. ഉറക്കം പറഞ്ഞേ, പോയി പോയി അങ്ങ് വരണം. പോയി കെട്ടഴിച്ചുകൊണ്ട് വരണം. ഒരനുഭവം പറയാം. ഒരു രാത്രി ഒരു സമയത്ത് ഇച്ചിവിടെ ആ ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കും ആവേശമൊക്കെ ഉണ്ടായപ്പോൾ ഒരു സമയത്ത് ഇപ്പോഴും പോവും, എന്നാൽ അന്ന് നിരന്തരം പോവും. അന്ന് ഒരു കുറച്ചുകൂടെ ആ ഒരു ഇപ്പോഴും ചെറുപ്പം എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെയാണ് അല്ലേ? മനസ്സിന് ചെറുപ്പമുണ്ടോ എന്നും എന്തായിരിക്കും? ചെറുപ്പമായിരിക്കും. മനസ്സിന് വാർദ്ധക്യം പിടിക്കാതിരുന്നാൽ മതി. ശരീരത്തെ നോക്കുക വേണ്ട, മനസ്സിനൊരിക്കലും എന്ത് പിടിക്കരുത്? വാർദ്ധക്യം പിടിക്കരുത്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. അത് മനസ്സാണ് പ്രധാനമായും. മനസ്സ് പുതുകുമ്പോൾ എല്ലാം പുതുകും. അപ്പം രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പോകും. ഒരു രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ ആരും കൂട്ടുകാർ വരുന്നില്ല. അപ്പോൾ രാത്രി 1 മണി കഴിഞ്ഞു. ഞാനൊരു പ്രാർത്ഥന കഴിഞ്ഞ് പോവാം. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നിയോഗം രാത്രി പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ആരും ഇല്ലാഞ്ഞപ്പോൾ ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടി എടുത്തപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, തന്നെ പോകല്ലേ, ഒരു സമാധാനക്കേടാ, ഞാനും വരാം. പക്ഷേ അത്ര സുഖമുള്ളൊരു കാര്യമല്ല രാത്രി പെൺകുട്ടിയെ കൊണ്ട് പോകുക. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം, എൻ്റെ നാടല്ലേ, ഞാൻ പൊക്കോളാം. അല്ല, ഞാനിവിടെ വരാം, എനിക്കല്ലേ പിന്നെ ഉറക്കവും വരത്തില്ല, സമാധാനക്കേടാ, ഞാനും വരാം. ശരി, അവളും ചാടിക്കറി. അപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു, ഇളയൊരു ഞങ്ങളുടെ ഒരു പൊടിക്കൊച്ചെന്നുണ്ട്, കുഞ്ഞന്ന് തീരെ പൊടിയാണ്, ഒരു 2-3 ഒരു ഈ പിള്ളേരിങ്ങനെ കിരികിരാൻ പറയുന്ന ഒരു കൊണ്ടുപോകണേ, ഇവനെ കൊണ്ട് പോയിക്കോണം. രാത്രി ഇവൻ എഴുന്നേറ്റ് ഇത് വെച്ച് നടക്കുക, എനിക്ക് ഉറങ്ങാനൊക്കത്തില്ല, പെരയും പൊട്ടി ഇവനെയും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോയി. അങ്ങോട്ടോ ഒരു ഐഡിയ ഇല്ല. ഞങ്ങളിങ്ങനെ പോയി എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിച്ച് രാത്രി 2 മണിക്കൂർ റബ്ബറും തോട്ടത്തിൽ കൂടെ വിജനമായ സ്ഥലത്തൂടെ തന്നെ വരുന്ന ജീപ്പേൽ. രാത്രി 2 മണി പെട്ടെന്ന് ഒരു 10-17 വയസ്സുള്ളൊരു പെൺകുട്ടി ജീപ്പിന് കൈ കാണിക്കും. അപ്പോൾ എൻ്റെ പെട്ടെന്ന് ചാടി കൈ കാണിച്ചു. രാത്രി 2 മണിക്ക് ഒരു പെൺകുട്ടി കൈ കാണിച്ചു. ഒറ്റയടിക്ക് നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഒന്നിൽ പോരാട്ടം, ഭൂതം, പിശാച്. അർദ്ധരാത്രി ജീപ്പിൻ്റെ വെട്ടത്ത് ഇങ്ങനെ ഒരു അങ്കലാപ്പുണ്ടാകത്തില്ലേ? ഞാനപ്പം പെട്ടെന്ന് ജീപ്പ് വലത്തോട്ട് വെട്ടിച്ച് അങ്ങ് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഓർത്തു, അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ തിരിച്ചു വന്നു, റിവേഴ്സ് എടുത്ത് തിരിച്ചു വന്നു. ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു എന്താ മോളെ, എന്നെ കൊണ്ടുപോകും. എവിടെ? നിങ്ങളുടെ കൂടെ. അതിന് ഞങ്ങളാരാ? ആരെങ്കിലും ആട്ടെ, ഞാൻ നിങ്ങളോട് വരിക. മോളെ, നീ ആരാ? എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ചാകണം, എന്നെ കൊണ്ടുപോകും. നിന്നെ വീട് എവിടാ? അപ്പോൾ അവളൊരു മലയിലോട്ട് ചൂണ്ടിക്കാണിച്ച്, അതാണ് ഇവിടെ. നീ എന്തിനാ വന്നേ? എനിക്കാരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാൻ ചാകാൻ പോവാം. ശരി, നീ വണ്ടിയിൽ കയറ്. എവിടെ കൊണ്ടുപോകാം? ആരാ? ഏതാ? ദൈവത്തിൻ്റെ ഓരോ കൃപ നോക്കണേ. ഞങ്ങൾ സാധനം 1-2 സഹോദരന്മാരാണ് പോകുന്നത്. സഹോദരന്മാരാണ് എനിക്ക് പെണ്ണെ കൊണ്ട് പോകാൻ പോകും. ദൈവത്തിൻ്റെ ഒരു കൃപ. അന്നേരം ഭാര്യ ഉണ്ടായിരുന്നുകൊണ്ട് ധൈര്യത്തിൽ കയറ്റി. ഈ ഭാര്യ കൂടുള്ളത് ധൈര്യമാണ്. അതുകൊണ്ട് യു ഗോ ആൻഡ് ടെൽ വിത്ത് യുവർ വൈഫ് എന്ന് പറയാറുണ്ട്. ഒറ്റയ്ക്ക് പോവല്ലേ മക്കളെ, ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് എപ്പോഴും കൂടെ ആരെ വേണത്. അതുകൊണ്ട് ആ ഭർത്താക്കന്മാർ എവിടെ പോയാലും ചാടിക്കറി പുറകിരുന്നോണം. അങ്ങനെ ഒറ്റയ്ക്ക് എങ്ങും വിടല്ലേ കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് എങ്ങും വിടല്ലേ, അവിടെ കയറി ഇരുന്നോണം. അപ്പം കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല, എന്നാലും ആവോളം കൊണ്ടുപോവാം. അപ്പോൾ കുഞ്ഞുമായിട്ട് അപ്പം ഞാൻ വീട്ടിലോട്ട് തിരിയുന്ന ഞങ്ങളുടെ ആ സ്ഥലത്തെത്തിയപ്പം ഞാൻ നേരെ അങ്ങ് പോയി പോലീസ് സ്റ്റേഷനോട്ട് പോയി. പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്കൽ ചെന്നപ്പം ഈ കുട്ടിക്ക് മനസ്സിലായി. ഇവള് പറഞ്ഞു, ഞാൻ ചാടാൻ പോവാം. ഞാൻ പിടിച്ചിരുത്തി, ചാടല്ലേ മക്കളവിടെ ഇരിക്കുക, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം, പക്ഷെ ഒറ്റ ബാക്കി എനിക്കൊന്ന് റിപ്പോർട്ട് ചെയ്യണം, നീ ഒരു പെൺകുട്ടിയല്ലേ. ഞാൻ പോലീസ് സ്റ്റേഷനോട്ട് ചേരുമ്പം ഒരു 10-50 പേര് പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തുണ്ട്, നിറച്ചാള്. എന്നാ കാര്യം എന്നറിയാവോ? മാൻ മിസ്സിങ്ങാ, കൊച്ചിനെ സന്ധി തൊട്ട് കാണുന്നില്ല, നാടിളകി പോലീസ് സ്റ്റേഷനിൽ നിൽപ്പുണ്ട് ഒരു പെൺകുട്ടിയെ തപ്പി. അപ്പം ഇവരിങ്ങനെ പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ അവരെല്ലാം വയർലെസ് സന്ദേശം പോവുകയാണ്, കുട്ടിയെ മിസ്സായി. അന്നേരമാണ് താണ്ട ഒരുത്തൻ ജീപ്പേ പെണ്ണിനെ കൊണ്ടുവരും. കൃപ. ഭാര്യ കൂടുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചുള്ളതൊരു ധൈര്യമായി. ഞങ്ങളങ്ങോട്ട് കയറിയപ്പോൾ എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുക. അങ്ങോട്ട് ചെന്ന് കയറിയ എൻ്റെ കൊച്ചൻ പോലീസ് അങ്കിളിൻ്റെ തൊപ്പിയെടുത്ത് തലേ വെച്ചിട്ട് പറഞ്ഞു, അങ്കിൾ. സംഭവം അങ്ങ് രീതിയായി. അവൻ കയറി മേശപ്പുറത്തോട്ട് അങ്ങിരുന്ന് തൊപ്പിയൊക്കെ ഇങ്ങ് എടുത്ത് വെച്ച്. അപ്പോഴത്തേനും സംഭവം ഒന്നായി. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ വയറാ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ രാത്രി പെട്രോളിങ്ങിന് പോകുന്നുണ്ട്. പെട്രോളിങ്? യെസ്, പെട്രോളിങ്. എന്ത് പെട്രോളിങ്ങാണ്? അതിൻ്റെ പേരാണ് പ്രയർ പെട്രോളിങ്. രാത്രി പ്രാർത്ഥിക്കുന്ന പെട്രോളിങ് പോയതാണ്. പോയിട്ട് വന്നപ്പോൾ ഈ കുട്ടി എൻ്റെ മുമ്പിൽ ചാടി. എൻ്റെ വൈഫ് കൂടെ വന്നായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയതാണ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടു, ഇതാണ് കുട്ടി. സാറ് പറഞ്ഞ് ഈ കുട്ടിയെ അന്വേഷിച്ച് സന്ധ്യ ആയപ്പോൾ ഇത് അമ്മയുടെ പിണങ്ങി അവിടെ കണ്ടുപോയി പാത്തി നിന്നിട്ട് രാത്രി എടുത്ത് റോഡിൽ ചാടിയ. കണ്ടോ ഈ പിള്ളേരുടെ ഒരു തിരിവ് കണ്ടോ? അതേ തലക്കടി കേൾക്കുന്ന പിശാച് പറയും പൊയ്ക്കോളാൻ. എൻ്റെ പൊന്നു മക്കളോട് ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ കയ്യിലല്ല, ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും ഇച്ചിരി മദ്യപിച്ച് വരുന്ന 2-3 ഓട്ടോറിക്ഷയിലോ 5-6 പേര് വരുന്നവരുടെ കയ്യിലാണ് ഈ പെണ്ണ് കൈ കാണിച്ചെങ്കിലും രാവിലെ എവിടെയെങ്കിലും കശക്കി എറിഞ്ഞ് തളർന്ന് ഒരു പൊന്തക്കാട്ടി ഈ പെണ്ണ് ജീവനോടെയോ അർദ്ധ ജീവനോടെയോ കണ്ടേനെ. തമ്പുരാൻ്റെ ഓരോ കൃപ.
പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത വലിയൊരു പുണ്യേ, നിൻ്റെ കൂടെ ദൈവമുണ്ട്, നിൻ്റെ അമ്മയുടെ കരച്ചില, അതാ ഈ ദൈവദാസനെ അവിടെ കൊണ്ടുവന്ന്. സത്യമല്ലേ? അതെല്ലാം പറഞ്ഞിട്ട് പോലീസുകാരൻ അവസാനം സാറ് പറഞ്ഞു, നിങ്ങൾ തന്നെ ഈ കുട്ടിയെ കൊണ്ട് അമ്മയുടെ കയ്യിലാക്ക്, നിങ്ങൾക്ക് അതിന് യോഗ്യത. ഞാൻ വെളുപ്പിനെ ഒരു 4 മണി ആയപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കരങ്ങിയ കണ്ണുകളോടെ എഴുന്നേക്കാൻ കഴിയാതൊരു അമ്മ അവിടെ കിടപ്പുണ്ട്. കൊച്ചിനെ കാണാൻ അമ്മ ഉറങ്ങുമോ? പക്ഷേ കർത്താവ് ആ കുഞ്ഞ് മരിച്ചില്ലെന്ന്. ഇന്ന് രാത്രിയിലും കർത്താവ് പറയുന്നു, മരണത്തിന് തയ്യാറായ കിടക്കുന്നവരെ അഴിച്ചുകൊണ്ട് വരാൻ നമുക്കല്ലാതെ ആർക്കാ കഴിയുക? നീ പോയി അഴിക്കണം, സഭ അഴിക്കണം, സഭ അഴിക്കണം. പോണം. എവിടെ? എതിരെയുള്ള ഗ്രാമത്തിൽ പോയിട്ട് മരിക്കാൻ വേണ്ടി കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ അഴിച്ചുകൊണ്ട് വരാൻ ഇന്ന് രാത്രി ആത്മാവ് പറയുക. അത് കഴിയുന്നത് ഇവിടുത്തെ പോലീസുകാർ കഴിയത്തില്ല, ഇവിടുത്തെ മതത്തിന് കഴിയത്തില്ല, ഇവിടുത്തെ കൗൺസിലേഴ്സിന് കഴിയണമെന്നില്ല, ഇവിടുത്തെ എന്താണ് പറയുക, സോഷ്യൽ വർക്കേഴ്സിന് ചിലപ്പം പോയി അഴിക്കാൻ. പക്ഷേ ആത്മനിയോഗത്തോടെ ഇന്നും പോയി അഴിച്ചുകൊണ്ട് വരാൻ ശക്തിയുള്ള, അധികാരമുള്ള, അതിന് നിയോഗമുള്ള ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭയാണ്. പോയി അഴിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറയേ, പോയി കെട്ടഴിക്കണം, കെട്ടഴിച്ചുകൊണ്ട് വരണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നാളെ പോയി കുറച്ചുകൂടെ, നാളെ ഇല്ല പ്രാർത്ഥന, വിളിച്ചുകൊണ്ട് വരണം, അഴിച്ചുകൊണ്ട് വരണം, വിളിച്ചുകൊണ്ട് വരണം. കർത്താവ് വിളിക്കാൻ പറഞ്ഞാൽ അതിങ്ങ് വരും. നിങ്ങൾ പോയി എല്ലാവരെയും എന്ത് ചെയ്യണം? വിളിക്കണം. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുക. അപ്പം നോക്കൂ, കർത്താവ് പറയുന്നു, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? കെട്ടഴിക്കണം. മറക്കരുത് ആ വാക്ക്, പോയി പറയണം, പോയി പറയണം. 21 കാണുന്നു, പോയി എന്ത് ചെയ്യണം? കെട്ടഴിക്കണം. പോയി കെട്ടഴിക്കണം. കെട്ടിയിട്ടേക്കുക, കൊല്ലാൻ വേണ്ടി പിശാച് കെട്ടിയിട്ടേക്കുക. അറക്കും, മുട്ടിക്കും, മോഷ്ടിക്കും. നിന്നെ ഞാൻ 1 മുഴം കയറി തൂക്കിയിട്ട് ആട്ടങ്കത്തുള്ളെന്ന് വാദിക്കുന്ന വാദങ്ങളുടെ അകത്ത് മരണത്തിൻ്റെ തേർവിളി, മരണത്തിൻ്റെ മണം, മരണത്തിൻ്റെ മരണമണി മുഴങ്ങുന്ന ചില ഭവനത്തിനകത്തുനിന്ന് അഴിച്ചോണ്ട് വരാൻ രാത്രി ദൈവമക്കളെ അഭിഷേകം ചെയ്യണം. പോയി അഴിക്കണം. ഷപല ഹട്ടകന റിബന ഖതന റികലരം ഉട്ടകന പടകന റഗന. നമുക്കാണ് അധികാരം, നമുക്കാണ് നിയോഗം. അതിനു വേണ്ട അധികാരവും ശക്തിയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തരുന്നു. പോയി അഴിക്കണം, പോയി അഴിക്കണം. നമ്മൾ പ്രാപിച്ചിട്ട് കൈയടിച്ചിട്ട് പോകാൻ വേണ്ടി വിളിച്ചവരല്ല, പോയിട്ട് അഴിച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ളവരാണ്. അഴിക്കപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നവരാ, ആരെങ്കിലുമൊക്കെ ഒരു സമയത്ത് അഴിച്ചുകൊണ്ട് വന്നത് കൊണ്ടാണ് ഞാനെന്നെയും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എങ്കിൽ ഇന്ന് രാത്രി ദൈവം ആത്മാവിൽ നിയോഗം തരുന്നു. പോയി കെട്ടഴിക്കണം, പോയി കെട്ടഴിക്കണം. മരണത്തിന് വിധേയപ്പെട്ട് കിടക്കുന്നവരുടെ കെട്ടഴിക്കണം. രണ്ടാമത്തെ ഒരനുഭവം പറയട്ടെ. ഇത് ലൈവ് ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ പറയും. ഒരു രാത്രി ആത്മാവ് പറഞ്ഞു, രാത്രി പ്രാർത്ഥിക്കും. ഒരു ഞായറാഴ്ച ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിയോഗം കിട്ടും. നിയോഗം ദൈവമൊക്കെ പ്രീ പ്ലാൻ പ്രോഗ്രാംസ് ഉണ്ട്, നല്ലതാണ്. എന്നാൽ ആത്മനിയോഗത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്ത ഞായറാഴ്ച വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ 12 മണി വരെ ഒരു പ്രത്യേക പ്രാർത്ഥന ഹോളിൽ ക്രമീകരിക്കുകയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് രാത്രി 8 മണി വരെ പോകുന്നത്? കടയുള്ളവർക്കൊക്കെ കടയടച്ചിട്ട് വരാൻ, ജോലി തീർത്തവർക്കെല്ലാം ജോലി തീർത്താൻ, പിറ്റേ ശനിയാഴ്ച പിള്ളേരെ സ്കൂളിൽ നിന്ന് വിടേണ്ട, അതെല്ലാം തീർത്ത് 8 മണിയാകുമ്പോൾ വരണം. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പം എല്ലാവരെയും വിളിച്ചു, യോഗം വെച്ചു. അതൊരു ഇച്ചിരി ഭയങ്കര നിയോഗത്തോടെ ആത്മഭാരത്തോടെ ചെയ്യുക. അത് ഞാൻ എവിടെയോ ദൂരെയായിരുന്നു, കുന്നംകുളം ഭാഗത്ത്. തിരിച്ചു വരാൻ താമസിച്ചു, ട്രെയിൻ മിസ്സായി എൻ്റെ പ്രതീക്ഷ. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, രാത്രി വന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഞാൻ വേദനം വരെ ഇവിടെ കാണണം, ഞാൻ വന്നിട്ടേ പോകാം. വലിയൊന്നുമില്ല, അജണ്ടയൊന്നുമില്ല, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഒരു 10 ഇപ്പം ഞാൻ എത്ര ആയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പോവുകയാണ്. കാരണം എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് രാവിലെ ഉടൻ വരെ പോകണം. പക്ഷേ ഇറങ്ങി വന്ന വഴിക്ക് ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ റോഡിൽ നിൽക്കുന്നു, കരയോ എന്തൊക്കെയോ പ്രശ്നം പോലെ, കണ്ടിട്ടൊരു പരിചയവും ഇല്ല. എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ കൊടുക്കുക. ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫ് മേളിലുണ്ട്, നീ അവിടെ പോയി അവിടെ നിൽക്കുക, ഞാനിപ്പം വരാം. അപ്പോൾ എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞ് അവരെ വിളിച്ചിരുത്ത്, അവരെ വിളിച്ച് കയറ്റിയിരുന്നു. ഞാൻ വന്നിട്ട് പോയാൽ മതി. ശരി, ആരെങ്കിലായിട്ട് അവർ കയറിയിരുന്നു. ഞാൻ വന്ന് യോഗം കഴിഞ്ഞ് അവരോട് സംസാരിച്ചു, മക്കളെ നിങ്ങൾ ആരാണ്? അപ്പോൾ ആ കുട്ടി പറയാണ്, അവളൊരു വട്ട് കയറി, വട്ടാണ്. ആരാണ്ടൊരു ഹോസ്റ്റലിൽ ഇവർ താമസിക്കുന്നിടത്ത് അവരുടെ ഒരു കൂട്ടുകാരൻ വന്നു, കൂട്ടുകാരത്തിൻ്റെ ആങ്ങളെ വന്നു, ആങ്ങളുടെ കൂടെ ചെറുക്കനുണ്ടായിരുന്നു. അപ്പം ഇവളും അവനും കൂടെ വർത്താനം പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, നിന്നെ കാണാൻ വന്നാടി, ഇനി അവൻ എന്നെ ഇട്ടപാടി. ചുരുക്കത്തിൽ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞ് പ്രേമമാക്കും. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒരു പ്രേമവും ഇല്ലാത്തതിനെ പറഞ്ഞ് എന്താക്കും? പ്രേമമാക്കും. ഇഷ്ടപാടി, അങ്ങനെ ആടി, ഇങ്ങനെ അല്ലടി. അപ്പോൾ നമുക്ക് വാശിയാക്കും. ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. പറഞ്ഞ് പ്രേമമാക്കി ഇത് രണ്ടും കൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു. എവിടെ പോവാ? ഇതിങ്ങനെ ബൈക്കൊക്കെ ഇറങ്ങും. അവസാനം പെട്രോൾ തീരാറായി. നീ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, വീട്ടിലും അറിയത്തില്ല. നിരാശ കയറി ഒരു ബ്ലേഡും മേടിച്ച് ചാകാമെന്ന് വെച്ചുകൊണ്ട് പോയപ്പോഴാണ് റോഡിൽ കൂടെ പോയപ്പം പാട്ട് കേട്ട്. ഈ പെൺകുട്ടി ഒരു പാട്ടുകാരത്തിയായിരുന്നു, ടീമിലുള്ള.
അവൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടപ്പം അവൾ കയറിയതാണ്. ഞാൻ പിടിച്ചിരുത്തി വർത്തമാനം പറഞ്ഞു, സംസാരിച്ചു. ശരി, എവിടാ നിൻ്റെ വീടെല്ലാം ചോദിച്ചു. അപ്പം ഞാൻ രാത്രി 2 മണിക്ക് ഈ അപ്പനെ വിളിച്ചു. ഒറ്റ പെണ്ണിനെ അപ്പനെടുത്തപ്പം പെണ്ണ് എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ആ കുട്ടിയെയും അവനെ ഓടി താമസിച്ചു. അവനെ വീട്ടിൽ താമസിപ്പിച്ചു. രാവിലെ അപ്പം വന്നു, സംസാരിച്ചു. ഇവരെന്ത് ചെയ്താൽ പോകത്തില്ല, അവർക്ക് കെട്ടണം. ശരി, എങ്ങനെ കെട്ടിപ്പോവും. അപ്പനൊരു ശുശ്രൂഷകന കളയാനോ പേര് ദോഷം വരത്തില്ല. കൂടി ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി അടിച്ചില്ലേ പോയില്ലേ അടിക്കുക, എന്നാലും കെട്ടിച്ചങ്ങ് വിടാം. കെട്ടിക്കാതെ എങ്ങനെ വിടുന്നേ നാളെ. അപ്പോൾ അവൻ പറഞ്ഞു ശരി, ഞാൻ കെട്ടിക്കോളാം, ഞാൻ നിങ്ങളുടെ സഭയിൽ ചേരാം, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. കെട്ടണ്ടേ, അപ്പന് നാണക്കേട് വരാതെ. ശരി, അത് നടക്കട്ടെ. എന്നാൽ എല്ലാം പറഞ്ഞ് തീരുമാനിച്ചു. കല്യാണമൊക്കെ ഡേറ്റ് എല്ലാം ഒരു 2 മാസം കഴിഞ്ഞ് എല്ലാം ക്രമീകരിച്ച് പോയാന്നേരം അവൻ പറഞ്ഞു അവളെ കൊണ്ടോ ഞാൻ പോത്തുള്ളൂ. ഞാൻ പറഞ്ഞു കല്യാണം അന്നേരം ബന്ധം കെട്ടിക്കോളാം. ഞാൻ പറഞ്ഞു അങ്ങനെ കൂടെ താമസിച്ചിട്ട് കെട്ടണ്ട, കല്യാണം നടക്കണമെങ്കിൽ ഒന്നിയും നീ നിൻ്റെ വീട്ടിൽ പോകും, അവളവിടെ വീട്ടിൽ പോയിട്ട് കല്യാണ സമയത്ത് കെട്ടിക്കും. അവൻ പറഞ്ഞു ഞാൻ കൊത്തില്ല, അവളെ പോയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോവും. ഇല്ല, ഞാൻ പോകത്തില്ല. അന്നൊരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്കുക, അവൾ പോട്ടെ. അതൊക്കത്തില്ല, അവനൊന്നും ഒക്കത്തില്ല, ഇവളെ കൊണ്ട് ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോഴത്തേന് ഇവനെ രൂപം മാറി, ഭാവം മാറി. എന്നെ അറിയാമോ, ഞാൻ കൊണ്ടേ പോത്തുള്ളൂ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ, നീ ആരായെന്ന് നമുക്ക് തന്നെ ചെയ്തു, ഞാൻ കൊന്നുകളയും, അടിച്ച് ഞാൻ കീറിക്കളയെന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊരു ചാട്ടം. അപ്പോൾ അതിനും വലിയ പുള്ളികളൊക്കെ അല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതിലൊരുത്തൻ ഇവനെ പൊക്കിട്ട് പറഞ്ഞു ഷോ കാണിക്കില്ലേ മോനെ, ഇതൊന്നും നടക്കത്തില്ല, അവൻ ഷോ ഒന്നും കാണിക്കാതെ. അവൻ പറഞ്ഞു ഞാൻ കുത്തി കീറി, ഞാൻ കൊടലുമാല എടുത്ത് കഴുത്തെ കൂടിയിടും, ചുമ്മാ ഷോ കാണിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവൻ്റെ ഷോ കൂടിയപ്പോൾ എൻ്റെ ഭാര്യ പോലീസിനെ വിളിച്ചു, ആരും അറിയാതെ. എന്നിട്ട് അപ്പയോടി എന്ന് പറഞ്ഞു, അപ്പ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പ ഈ മോളെ വിളിച്ച് മാറ്റിയിട്ട് പറഞ്ഞു ജീവനും മരണം നിൻ്റെ മുമ്പിലുണ്ട്. അന്നേ അവൻ പറഞ്ഞു ഇവള് ഗർഭിണിയാണ്. അപ്പോൾ അവളെ പറഞ്ഞു നീ പേടിക്കണ്ട, നീ ഗർഭിണിയാണെങ്കിൽ എനിക്കൊരു കൊച്ചിനെ നോക്കിയിരിക്കാൻ, ഞാൻ കൊച്ചിനെ മേടിച്ചോളാം, ഞാൻ വളർത്തിക്കോളാം, നീ അങ്ങ് പ്രസവിച്ച് തന്നാൽ മതി, ആരും അറിയാതെ ഞാൻ പ്രസവിച്ച് കൊച്ചിനെ എടുത്തിട്ട് ഇന്നെ വിട്ടേക്കാം, നീ എൻ്റെ പൊന്നെ പേടിക്കല്ലേ. ഇപ്പം പോലീസ് വരും, ഒറ്റ ചോദ്യം ചോദിക്കും, പ്രായപൂർത്തിയായ പോണോ വേണ്ടയോ, അത്രയേ ഉള്ളൂ പോലീസിന്, അല്ലേ ഉള്ളൂ. പോലീസ് വരും. ഇവളിങ്ങോട്ട് വന്നു, അവളെ ധൈര്യപ്പെടുത്തി നിർത്തി. പോലീസ് വന്ന് ചോദിച്ചു ഇഷ്ടമാണോ, ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല. അത്രയേ ഉള്ളൂ, തീർന്നു. ഇവനൊരു ചാട്ടം, പോലീസ് ബുക്ക് എടുത്തുകൊണ്ടങ്ങ് പോയി. പെണ്ണ് ഗർഭിണിയല്ലായിരുന്നു, ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം കേൾക്കണോ, പിറ്റേ ദിവസമാണ് അവർ പറയുന്നത് ഇവൻ ഭയങ്കര ക്രൈം ഹിസ്റ്ററിയുള്ള പെണ്ണുങ്ങളെ ഒത്തിരി ഇതുപോലെ നശിപ്പിച്ചു പോയി ചെറുക്കനാണ്. പക്ഷെ ആ രാത്രിയിൽ ആ പെണ്ണ് മരിക്കാൻ പോയപ്പോൾ അവിടെ ഒരു രാത്രി ഒരു പാട്ട്, ആ പാട്ട് അവിടെ കെട്ടഴിച്ചു. കർത്താവിന് സഭയുടെ അധികാരമാണ് കെട്ടഴിക്കാൻ. ഇനി ഒന്നിനെ ആത്മഹത്യക്ക് കൊടുക്കത്തില്ല, ഇനി ഒന്നിനെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. മരിക്കാനിരിക്കുന്നവരെ ബാ, ഈ സന്ദേശം നിങ്ങൾ യാദർച്ഛ്യ എപ്പോഴെങ്കിലും യൂട്യൂബിലൊക്കെ കിടക്കും. മരിക്കാനിരിക്കുന്നവരെ മരിക്കരുത്, അടുത്തുള്ള സഭയിൽ പോകണം. എവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിലും ഒരു ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. നിൻ്റെ മരണത്തിൻ്റെ ബന്ധനത്തെ അഴിക്കാൻ അധികാരവും നിയോഗമുള്ള ഒരു ഗ്രൂപ്പുണ്ടെങ്കിൽ അത് ദൈവസഭയാണ്. ഈ രാത്രി പോയി കെട്ടടിക്കണം. എവിടെ പോകണം? നിനക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ പോകണം, സുഖമുള്ള ഒരു ഗ്രാമത്തില്ല, ഓപ്പോസിറ്റ് ഒരു ഗ്രാമം എന്ന അർത്ഥത്തിലാണെങ്കിൽ ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ അങ്ങ് എടുക്കുക. എവിടെ പോകണം? എതിരെയുള്ള ഗ്രാമത്തിൽ, കേട്ടത്തിലെന്ന് പറയുന്നിടത്ത് പോകണം. അവിടെ പോയി അങ്ങ് അഴിക്കണം, ആത്മനിയോഗത്തോടെ പോകണം, പോയി കെട്ടടിക്കണം.